നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ, സിറിയയിൽ അതായത് റിബൽ ഭരണം വന്ന ശേഷം താൽക്കാലിക ഭരണമാണ്, അതായത് അഹമ്മദി അൽ സഹറ താൽക്കാലിക അതിൻ്റെ പ്രസിഡൻ്റായിട്ട് ചാർജ് എടുത്തു. ഒരു വൻ പ്രകടനം നടക്കുന്നു ഇന്നലെ. ഇതിനെപ്പറ്റി ഈ അൽ ജസീറ എന്ന് പറഞ്ഞ ആ സുഡാപ്പി ചാനൽ റിപ്പോർട്ട് ചെയ്ത രീതി ഞാനത് കണ്ട സംഭവം. അവർ പറഞ്ഞ് ഇസ്രായേലിനെതിരെയുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. ഇന്നത് കഴിഞ്ഞ് ഗ്ലോബൽ ചാനലും എല്ലാം റിപ്പോർട്ട് ചെയ്തു. ഈ പ്രകടനം നടന്നത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണം, മതഭരണം ഇവിടെ പാടില്ല, നിർബന്ധമായിട്ടും ഹിജാബ് പാടില്ല, സെക്കുലർ ഭരണമാണ് ഞങ്ങൾക്ക് വേണ്ടത്, ജനാധിപത്യ ഭരണമാണ് ഞങ്ങൾക്ക് വേണ്ടത്. സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ കൂടിയത്. ഇത് ഡമാസ്കസിൽ ഉമൈദ് സ്ക്വയറിൽ മാത്രമല്ല ഉണ്ടായത്, അലിപ്പോ സിറ്റിയിലുണ്ടായി, മറ്റ് സിറ്റികളിലൊക്കെ. കാരണം സോഷ്യൽ മീഡിയ സമയമാണ്. ഇതൊന്ന് ഭയങ്കര സംഭവമായി മാറി. പിന്നീട് ഗ്ലോബൽ മീഡിയ ഇതിൻ്റെ അകത്തുണ്ടാക്കി. ഇപ്പോഴാണ് മീഡിയ അങ്ങോട്ട് പോകുന്നത്. എന്താണ് പെട്ടെന്ന് ഈ സംഭവം ഉണ്ടാകാനുണ്ട് കാരണം മനസ്സിലാക്കുക. കഴിഞ്ഞ 15-20 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് സ്ത്രീകൾ അവിടെ തെരുവിലിറങ്ങി ഒരു പ്രൊട്ടസ്റ്റ് നടത്തുന്ന. പുതിയ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയാണ്, ലോകം മുഴുവനും കാണാൻ വേണ്ടി അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ഈ മതഭരണം വേണ്ട. കാരണം ഈ പറയുന്ന ആസാദ് മതഭരണമാണ് നടത്തിയത്. കാരണം സ്ട്രിക്റ്റ് ലോയാണ്, ഇസ്ലാമിക് ലോയിലാണെന്ന് പോയിക്കൊണ്ടിരുന്നത്. കാരണം നിങ്ങൾക്കറിയാം എന്താണ് കാരണം ഇറാനെ നോക്കിയാൽ മതി മതഭരണം എന്താണെന്ന് മനസ്സിലാകും. ഇതിനൊക്കെ എന്താണ് പ്രചോദനമായത്? അതിനൊരു ഫാക്ടറുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഞാൻ കഴിഞ്ഞ നവംബർ 30 ഒരു വീഡിയോ ചെയ്യുന്നത്. ഇറാനിൽ ഈ നിർബന്ധമുണ്ട്, ഈ ഹിജാബ് എന്ന് പറഞ്ഞ് നിർബന്ധം ഇല്ലാതാക്കി. ഞാനതൊരു അറബ് പത്രത്തിൽ എടുത്തത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത്. പിന്നീട് ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഇന്ത്യൻ മീഡിയയും മറ്റുള്ള മീഡിയയും ഒക്കെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഹിജാബ് നിർബന്ധം അല്ലാതാക്കി, അതേപോലെ തന്നെ ആൻറ്റി ഹിജാബ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ഗവൺമെൻറ് ഏജൻസിയുണ്ട്, മത പോലീസ് എന്നുള്ള ഏജൻസി, ഷാഡോ പോലീസ്. അതിനെ മുഴുവനും ഇറാൻ്റെ പ്രസിഡന്റ് ക്രാക്ക് ഡൗൺ ചെയ്തു. പിന്നീട് നിങ്ങൾ കണ്ടോ ഖമൈനിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യമായിട്ട്, അലി ഖമൈനി, അതായത് ഇറാൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഖമൈനിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന്, സ്ത്രീകളെ ബഹുമാനിക്കണം. ഖമൈനി പറയുവാണ്, കാരണം ഇത്രമാത്രം സ്ത്രീകളെ അടിച്ചൊതുക്കി നശിപ്പിച്ച ഒരു ഇസ്ലാമിക ഷിയ ഭരണകൂടമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അയാൾ പറയുകയാണ്, അതായത് സ്ത്രീകളെ ബഹുമാനിക്കുക, അവർ നല്ലവരാണ്. ആലോചിച്ച് നോക്ക് എന്തു മാറ്റമാണ് ഉണ്ടായത്. അതായത് ഇറാൻ്റെയും നമ്മൾ നോക്കും, ലബനൻ നേരത്തെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ അകത്ത് കീറിയും കുളവാക്കി. അവസാനം സിറിയ, അതായത് കേരളത്തിലെ പല മത തീവ്രവാദികളായ സാറ്റലൈറ്റ് ചാനൽ ഇവരൊക്കെ വലിയ സന്തോഷം കാണിച്ചു. ഇപ്പം ജോലാനി വരുന്നു, അൽ സഹറ വരുന്നു, കംപ്ലീറ്റ് ആസാദിനെ ഓടിച്ചു, വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് അമേരിക്കയുടെ സംഭവമാണിത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട്, കാരണം അമേരിക്കൻ ഡിപ്ലോമാറ്റ് വരുന്ന ദിവസമാണ് ഈ പ്രകടനവും ഈ ഭയങ്കര സംഭവം ഉണ്ടായത്. അപ്പം ഇതിനെപ്പറ്റി ഈ പറയുന്ന താൽക്കാലിക ഭരണകൂടത്തിൽ ചില ആൾക്കാർ പറഞ്ഞു ഇതെല്ലാം അവർ കണക്കിലെടുത്തായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഇപ്പം പല മീഡിയയും, കേരളത്തിലെ മീഡിയയും ചില നാഷണൽ മീഡിയ ഒക്കെ പറഞ്ഞു അവർ ഇസ്ലാമിക ലോയിലായിരിക്കും പോകുന്നത്. അങ്ങനെ ഒരു സൂചന കൊടുത്തു. ഒരു പുല്ലുണ്ടാകാൻ പോകുന്നില്ല. ഇത് നേരത്തെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. കാരണം ഇവരെപ്പോഴും അള്ളാഹു അക്ബർ, തക്ബീർ എന്നൊക്കെ പറഞ്ഞ് ആ സാധനം ഇല്ലാതായി. അതൊരു വലിയ ചേഞ്ചാണ്. കാരണം മതത്തിന് പ്രാധാന്യം കൊടുക്കണ്ട എന്നുള്ള തീരുമാനത്തിലോട്ട് അവർ വന്നു. അപ്പം അതിൻ്റെ പേരിലാണ് അതിൻ്റെ മീഡിയ ഒക്കെ യൂട്യൂബിലുണ്ട്, നിങ്ങളതിൻ്റെ കണ്ടാൽ മതി. എത്ര 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 സ്ത്രീകളാണ് പങ്കെടുക്കുന്നത്. അതായത് നമ്മളീ പറയുന്ന മറ്റേ ചാക്കല്ല, ഈ തലയിൽ തുണി ഇട്ടിട്ട്, അതായത് അവർ ഹിജാബ് ഇട്ടിട്ട് അവർ തന്നെ പറയും ഞങ്ങൾക്ക് ഹിജാബ് വേണ്ട. ആലോചിക്കാൻ പറ്റും. അതാണ് ലോകത്തിൻ്റെ പോക്കും ലോകത്തിൻ്റെ മാറ്റവും. അതായത് സിറിയയിൽ കണ്ടതാണ് ഈ സംഭവം. ISISൻ്റെ പഴയ ഭാഗത്ത് വിട്ടുമാറിയവർ ആ സിറ്റി പിടിച്ചെടുത്ത്, ഡമാസ്കസ് സിറ്റിയുടെ സിറിയ പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ പ്രകടനം. എത്ര വർഷങ്ങൾക്ക് ശേഷം ജനങ്ങൾ തരും. അതിൻ്റെ കൂടെ ഇഷ്ടം പോലെ ആണുങ്ങളുണ്ടായിരുന്നു. 2 പേരും ഏറ്റവും കൂടുതൽ സ്ത്രീകളായിരുന്നു. അവിടെ മാത്രമല്ല, അലിപ്പോവിൽ നടന്നു, പല സിറ്റികളിൽ നടക്കും. കാരണം അവർക്കിനി മതഭരണം, കാരണം മടുത്തു ഈ സംഭവം. പിന്നെ ഇറാനിലുണ്ടായ മാറ്റം ഇവരെല്ലാം കണ്ടു.
ഇതൊക്കെയാണ് ഇതിൻ്റെ സംഭവം. അതായത് പഴയ രീതിയല്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞത്, മലബാറിലുണ്ടാകുന്ന മുസ്ലിം സ്ത്രീകൾ പെൺകുട്ടികളുണ്ടാകുന്ന റവല്യൂഷൻ, ഈ പറയുന്ന അവിടെ ഈ MD ഉസ്താദ്, സ്റ്റേജിൽ കയറ്റാത്ത ഉസ്താദ്, ഇവൻ്റെയൊക്കെ വെടി തീർന്ന് കളയും. ഞാൻ ലിറ്ററലി പറയുകയാണ്. ഇതിൻ്റെ അല്ലെങ്കിൽ സിറിയ എന്ന് പറഞ്ഞ രാജ്യത്ത് പെട്ടെന്ന് ഇപ്പം കൂടിപ്പോയ 1.5 ആഴ്ചയായിട്ടുള്ളൂ. അത്രമാത്രം മതഭരണത്തിൽ ആസാദ് കൊണ്ടുപോയി കിട്ടുന്ന സ്ഥലം. കാരണം അവിടെ മൈനോറിറ്റീസ്, അവരെ രണ്ടുപേരെ മൈനോറിറ്റിയും സുന്നികളെ ഇവരെ തമ്മിലടിപ്പിച്ചാണ് ആസാദ് അവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അല്ലാതെ ആസാദിനെ പറ്റി ഇവിടെ ചില ക്രിസ്ത്യൻ ഓർഗനൈസേഷനും ചില ആൾക്കാരും പറയുന്നു ആസാദ് നമുക്ക് വലിയ കോപ്പ അവിടെ ഫ്രീഡം കൊടുത്ത്, അയാൾ തമ്മിലടിപ്പിച്ചാണ് അവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നത്. കാരണം അവിടെ ക്രിസ്ത്യൻ മൈനോറിറ്റിയെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും. കാരണം അവിടെ വളരെ സ്ട്രോങ് ബേസ് ഉള്ളവരാണ്, ബിബിളിക്കൽ സിറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രാധാന്യത്തിൽ കൂടെയാണ്. അല്ലാതെ ഇവർ ഈ പറയുന്നതൊക്കെ പച്ചക്കളെ എത്രയോ ക്രിസ്ത്യാനികളെ ആസാദ് വന്ന ശേഷം കൊന്നു കുഴിച്ചിട്ടു, എത്രയോ പേര്. അപ്പം വിഡ്ഢിത്തരമാണ് ഈ ചില കാര്യങ്ങളൊക്കെ പറയുന്നത്. കാരണം നിങ്ങൾക്കതിനെ പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ലാതെ കയറി പറയുന്നതാണ്. അവിടെ ജാക്കോബൈറ്റിൻ്റെ അന്ത്യോക്യ അവരെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, സത്യമാണ്. അല്ലാതെ അയാൾ അവിടെ ഭരണം പിടിച്ച മത തീവ്രവാദ രീതിയിൽ തന്നെയാണ് ആ രാജ്യത്തെ സുന്നികളെയും അവരെ ഇവരൊക്കെ അടുപ്പിച്ചിട്ട് ഷിയയ്ക്ക് അനുകൂലമായി നിന്ന് ഇറാൻ്റെ ഭരണകൂടത്തിന് വേണ്ടി നിലകൊണ്ടൊരു വ്യക്തി. കാരണം ഇറാൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഇറാൻ ഏത് രീതിയിലാണ് ഭരണം അവലംബിക്കുന്നത്, അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് അയാൾക്ക് നീങ്ങാൻ പറ്റത്തുള്ളൂ. കാരണം ഇറാനാണ് ഏറ്റവും കൂടുതൽ വെപ്പൺസും ആളുകളെയും ഹിസ്ബുള്ളയും കൊടുത്ത് സഹായിക്കുന്നത്. കാരണം ഹിസ്ബുള്ളയുടെ പ്രസൻസ് അവിടെ ശരിക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഒരു കാരണവശാലും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു മിലീഷ്യ ഗ്രൂപ്പേ അല്ല. അപ്പം ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് ലോകത്തിൻ്റെ ചേഞ്ചസ്. അതായത് ഒക്ടോബർ 7 ഹമാസ് അവിടെ അടിച്ചു കഴിഞ്ഞപ്പോഴുണ്ടായ ചേഞ്ച്, അതിൻ്റെ മാറ്റമാണ് സ്ത്രീകൾക്കുള്ള സ്വാതന്ത്ര്യം. അതായത് അതിനുവേണ്ടി അവിടെ ഹ്യൂജായിട്ട് പ്രകടനം നടക്കുന്നു. ലോകമാധ്യമങ്ങൾ അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുന്നു. അതിനെപ്പറ്റി പല ഒപ്പീനിയൻസ് വന്നുകൊണ്ടിരിക്കുക. അതായത് ലോകത്ത് ഇസ്ലാമിന് കിട്ടിയ ഏറ്റവും വലിയ അടിയാണ് ഇപ്പോൾ സിറിയയിൽ കിട്ടി. കാരണം നമ്മൾ കണ്ടു എന്താണ് അവിടെ സംഭവം, ഇറാനീ കണ്ടത്. ഇപ്പം ഇറാൻ്റെ കാര്യം ഞാൻ അന്ന് പറഞ്ഞ സത്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ടല്ലോ. പലരും അതിന് താഴെ വന്ന് കമൻറ്റുകളൊക്കെ ഇട്ടു. അപ്പോൾ അതിനിടയ്ക്ക് ഇറാനിയൻ പ്രസിഡൻറ്റ് അപ്പോൾ അവിടെ ഒരു വെർച്വലായിട്ടൊരു സംഭവം നട്ടു, ഒരു മ്യൂസിക് കൺസേർട്ട്. അപ്പം അതിനകത്ത് ഹിജാബില്ലാതെ ഒരു പെൺകുട്ടി പാട്ട് പാടി കുറച്ച് ആൾക്കാരുമായിട്ട് ഓൺലൈനിൽ. അതിൻ്റെ പേരിലുള്ള മത പോലീസ് നടപടി എടുക്കാൻ പോയപ്പം ആ മത പോലീസിനെ മുഴുവൻ ക്രാക്ക് ഡൗൺ ചെയ്ത അയാൾ. അതാണ് ഞാൻ പറയുന്നത്, ലോകം മാറുവാണ്, ഇസ്ലാമിക ലോകം മാറുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അവിടെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് വളരെ കൂടുകയാണ്. ഇതൊക്കെയാണ് ഓരോ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന സംഭവമാണ്. അമേരിക്കക്കാരായ 10-12 ഇവാഞ്ചലിസ്റ്റുകൾ ഈ സിറിയൻ ജയിലുകളിലുണ്ടായിരുന്നു. ഇത് ഒരാളുടെ പേരാണ് പുറത്ത് വരുന്നത്, കാരണം അയാൾ ഫ്രീ ആയിട്ട് മോചിപ്പിച്ചു. ഇപ്പോഴത്തെ അവിടെ വന്നിരിക്കുന്ന റിബൽ ഗ്രൂപ്പ്, അതായത് അഹമ്മദി അൽ സഹറ, ഈ പറയുന്ന ആൾക്കാരെയൊക്കെ ഫ്രീ ആക്കി വിട്ടു. അപ്പോൾ അമേരിക്കൻ CIA ഒക്കെ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എത്ര പേരവിടെ ഉണ്ട് എവിടെ ഉണ്ടെന്ന് തപ്പാൻ വേണ്ടി അവിടെ ഇരിക്കുകയാണ്. അതാണ് പറയുന്നത് ലോകം ചേഞ്ചായി. ഇപ്പോൾ കേരളത്തിലെ സാറ്റലൈറ്റ് ചാനൽ യൂട്യൂബും ഒക്കെ ഇപ്പോഴും ഹമാസിന് വേണ്ടി ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി തീവ്ര വിഭാഗത്തിന് വേണ്ടി നിൽക്കുന്നവരോട് പറയുകയാണ്, നിങ്ങൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ചല്ലോ അസാദുൽ ഭയങ്കരം പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞു ഇതൊന്നും അല്ല ഉണ്ടാകാൻ പോകുന്നത്, നേരെ തിരിച്ചാണ് കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ഇത് തന്നെയാണ് ലോകത്തിന് ആവശ്യം. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. അവരെ ചാക്കിലാക്കിയിട്ട് ഇവരെ 4-5 കല്യാണം കഴിച്ചിട്ട് അവരെ അത് കഴിഞ്ഞ് പിന്നെ ഹൂറികളുടെ അടുത്ത് പോകുന്ന ഈ ഒരു റിലീജിയസ് ഫിലോസഫി എന്ന് പറയുന്നത് ഒരിക്കലും പുതിയ ലോകത്തിന് അക്സെപ്റ്റബിൾ അല്ല. അതാണ് ഏറ്റവും പ്രാധാന്യം. അതാണ് സിറിയയിൽ മുസ്ലിം സ്ത്രീകൾ തെരുവിലിറങ്ങി പ്രകടനം നടന്നതാണ് ഇറാനിൽ കണ്ടത്. അതിൻ്റെ ഭാഗം ലോകം മുഴുവൻ സംഭവിക്കും. നിങ്ങൾ കുറച്ചത് കഴിയിട്ട് ലോകം മുഴുവൻ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും ഈ സംഭവം ഉണ്ടായിരിക്കും. അതിൻ്റെ തുടക്കമാണ് ഇറാനിയൻ തുടങ്ങിയത്, അവസാനം സിറിയയിൽ നിൽക്കുന്നത് മറ്റുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇതുണ്ടാകും. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തേ മതിയാവുള്ളൂ, അവരെ ചാക്കിന്ന് പുറത്തെടുത്തേ മതിയാവത്തുള്ളൂ. കാരണം ലോകം അതായിട്ടും ഡിജിറ്റൽ ലോകമാണ്, എല്ലാ സംഭവങ്ങളും ഇൻഫർമേഷൻസ് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഈ കേരളത്തിൽ ചില ഉസ്താദന്മാർ, ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേജിൽ കയറാൻ പറ്റില്ല, പ്രായമായ കുഞ്ഞുകൂടി, കാരണം സ്കൂളിൽ പഠിക്കുന്ന സ്റ്റേജിൽ കയറ്റില്ല. ഇവനൊക്കെ അടിയാണ് കിട്ടാൻ പോകുന്ന ഇസ്ലാമിക ലോകത്ത് നിന്നും. അത് വരാനുള്ള ദിവസങ്ങൾ അതും കണ്ടു നോക്കാം. അതാണ്
എനിക്കിതിനകത്ത് പറയുവാനുള്ളത്.